ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും പരിശോധന തുടരുന്നു. നേത്രാവതി സ്നാനഘട്ടത്തിൽ കുഴിയെടുത്തുള്ള പരിശോധനയാണ് തുടരുന്നത്. സാരംഗ് സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. സാരംഗ്, കൃത്യമായ വിവരങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമാണ് കുഴിച്ചു പരിശോധന നടത്തുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സ്ഥലത്തെ മണ്ണടക്കം ശേഖരിക്കുന്ന പ്രവൃത്തികളും നടന്നു. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്? മോത്തി, ഇന്ന് രാവിലെയോടുകൂടി ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് SITയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരുന്നു. 15ഓളം ജീവനക്കാരെ, തൊഴിലാളികളെ ഇവിടെ മണ്ണ് കുഴിച്ച് പരിശോധന നടത്താനായി തയ്യാറാക്കി വെക്കണമെന്ന്. അതിൻ്റെ ഭാഗമായി രാവിലെ 11:50 കൂടി തൊഴിലാളികൾ ഇവിടെ എത്തുകയായിരുന്നു. അവരുടെ കയ്യിൽ തൂമ്പയും പിക്കാസ് അടക്കമുള്ള മണ്ണ് കുഴിച്ച് പരിശോധിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ സാക്ഷിയുമായി, മുൻ ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം ഇവിടെ എത്തി. ഇവരോടൊപ്പം തന്നെ സായുധരായ പോലീസ് സംഘവും അതുപോലെ തന്നെ ആന്റി മാവോയിസ്റ്റ് സ്ക്വാഡടക്കം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വനമേഖലയിലേക്കാണ് ആദ്യത്തെ പോയിന്റ് രേഖപ്പെടുത്തി വെച്ച ആ വനമേഖലയിലേക്കാണ് അവർ കയറി ചെന്നത്. 2014 വരെ, 1998 മുതൽ 2014 വരെ ഈ മുൻ ശുചീകരണ തൊഴിലാളി താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്താണ് ആദ്യഘട്ടത്തിൽ ഇങ്ങനെ കുഴിച്ച് പരിശോധന നടത്താനായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഫോറൻസിക് സുരേഷാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ശാസ്ത്രീയ പരിശോധനകളൊക്കെ തുടർന്നും നടത്തും. സ്ഥലം കുഴിയെടുത്തുള്ള പരിശോധനയാണ് തുടരുന്നത്.